ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഫാമിലി വീക്കിന്റെ 2ാം ദിവസം ഇന്നിപ്പോൾ നമ്മുടെ അർജുൻ്റെയും ശ്രീതുവിൻ്റെയും ഫാമിലി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. അർജുൻ്റെ അമ്മയും സഹോദരിയുമാണ് വന്നിരിക്കുന്നത്. എന്നാൽ ശ്രീതുവിൻ്റെ അമ്മ മാത്രമാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പ്രേക്ഷകർ ഇന്നലെ മുതൽ തന്നെ നമ്മുടെ അർജുനും ശ്രീതുവും ഇവരുടെ ഫാമിലി വരുന്നു എന്നറിഞ്ഞ ആ ഒരു നിമിഷം മുതൽ തന്നെ ഇവരുടെ വിവാഹകാര്യം ഉറപ്പിക്കുമോ അല്ലെങ്കിൽ ഇവരുടെ എൻഗേജ്മെന്റ് നടത്തുമോ എന്നുള്ള തരത്തിലൊക്കെ, അതായത് ഇവരുടെ ഈ ഒരു വിവാഹം എന്നുള്ളത് വാക്കാൽ പറഞ്ഞ് ഉറപ്പിക്കുമോ എന്നുള്ളതൊക്കെ തമാശ രൂപേണ ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ബിഗ് ബോസ് വീട്ടിൽ കാണാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ ഒരുപക്ഷെ പ്രേക്ഷകർ അത്രയധികം ആഗ്രഹിച്ചിരുന്നു അർജുൻ്റെയും ശ്രീതുവിൻ്റെയും ഫാമിലിയുടെ റെസ്പോൺസ് എന്തായിരിക്കും എന്നത് അറിയാനായിട്ട്. എന്നാൽ ഇപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഫാമിലി കയറിയിരിക്കുകയാണ്. അർജുന് പൊതുവെ പോസിറ്റീവായ റെസ്പോൺസ് തന്നെയാണ് അമ്മയുടെ ഭാഗത്തു നിന്നും സഹോദരിയുടെ ഭാഗത്തു നിന്നും കിട്ടിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ശ്രീതുവിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ശ്രീതുവിൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുറത്തുള്ള എല്ലാ കാര്യങ്ങളും, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ശ്രീതുവിൻ്റെ ഗെയിം എങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതടക്കം ശ്രീതുവിൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തു. അതായത് കട്ടക്കലിപ്പിൽ തന്നെയായിരുന്നു ശ്രീതുവിൻ്റെ അമ്മ. ഒരുപക്ഷെ ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ അല്ലെങ്കിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നോക്കിക്കണ്ടത് ശ്രീതുവിൻ്റെ അമ്മയുടെ വാക്കുകൾ എന്തായിരിക്കും, അമ്മ എന്തായിരിക്കും പറയുക എന്നതായിരുന്നു. കാരണം കമൻറ്റ് സെക്ഷനിലൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ശ്രീതുവിൻ്റെ അമ്മ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ്, കറക്റ്റായിട്ടും ഗെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം തക്ക അവസരത്തിൽ തന്നെ ഗെയിം എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളത് നോക്കി കാണേണ്ടത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീതുവിൻ്റെ അമ്മയെ ഒരുപാട് പേർ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ശ്രീതുവിൻ്റെ അമ്മ വന്നിട്ട് പൊതുവെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് അർജുനോട് സംസാരിച്ചോ എന്ന് ചോദിച്ചാൽ സംസാരിച്ചു, പക്ഷേ ഒരുപാട് അങ്ങോട്ട് സംസാരിച്ചിട്ടില്ല, ഒരുപാട് അങ്ങനെ മിങ്കിളായിട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. എന്നിട്ട് നമ്മുടെ ശ്രീതുവിനോട് പറയുന്നത് ലൈറ്റ് ഓഫ് ചെയ്താൽ ഉറങ്ങണം, അതായത് 8 മണിക്കൂറെങ്കിലും നീ ഉറങ്ങിയിട്ട് ഫ്രഷ് ആയിട്ട് പിറ്റേ ദിവസം നീ ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അടുത്ത ടാസ്ക്, നാളെയുള്ള ടാസ്ക് എന്താണ് അത് മാത്രമേ നിന്റെ മൈൻഡിൽ വരാൻ പാടുള്ളൂ. ലൈറ്റ് ഓഫ് ചെയ്താൽ നീ ആ സമയത്ത് ഉറങ്ങിയിരിക്കണം. അപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട്, മമ്മി ഈ വീഡിയോയിലൊക്കെ വരുന്ന സമയത്ത് ഈ കണ്ണൊക്കെ ഒരുമാതിരി ഉണ്ടല്ലോ, എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീതുവിൻ്റെ മമ്മി പറയുന്നത് 8 hours എങ്കിലും ഉറങ്ങണം, ഞാനിപ്പോൾ 24/7 ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിനക്ക് ഇവിടെ ടാസ്കുകൾ കളിക്കുകയേ വേണ്ടുള്ളൂ, അതുകൊണ്ട് തന്നെ നീ 8 മണിക്കൂർ വ്യക്തമായിട്ട് ഉറങ്ങിയിട്ട് അടുത്ത ടാസ്കിന് വേണ്ടി പ്രിപ്പയർ ആവണം. പക്ഷെ നീ അതല്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വെട്ടിത്തുറന്നുകൊണ്ട് പറയുകയാണ്. അതായത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ അർജുനുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു കോംബോയിനെ കുറിച്ചാണ് ശ്രീതുവിൻ്റെ അമ്മ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം ശ്രീതുവിൻ്റെ അമ്മ വന്നതോടുകൂടി തന്നെ ആൾക്ക് കാര്യങ്ങളെല്ലാം, പുറത്തുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതിനുശേഷം നീ ഒറ്റയ്ക്ക് വേണം കളിക്കാൻ, ശ്രീതു എന്നുള്ള ആ ഒരു പേഴ്സണാലിറ്റി എന്താണ് എന്നുള്ളത് ഓഡിയൻസിന് മുമ്പിലേക്ക് കൊടുക്കണം. നിനക്ക് ഡാൻസ് അറിയാം, പാട്ടറിയാം, അങ്ങനെ നീ ഒരുപാട് കാര്യങ്ങൾ നിനക്കവിടെ ചെയ്യാനുണ്ട്, അതെല്ലാം ചെയ്യുക. പക്ഷെ നീ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ശ്രീരേഖ ചേച്ചി എങ്ങനെയായിരുന്നു ഇവിടെ നിന്നത്? അവർക്കറിയാവുന്ന അവരുടെ പാട്ടും ഡാൻസും അഭിനയം അതെല്ലാം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു, അതുപോലെ നീയും ചെയ്യണം. അവരെങ്ങനെയാണോ നിന്നത് ഏകദേശം അതിൻ്റെ ആ ഒരു രീതിയിലൊക്കെ അവർ ചെയ്തതിൻ്റെ ആ ഒരു രീതിയിൽ നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം നീ ഒറ്റയ്ക്കാണ് ഓഡിയൻസിനെ പ്രതിനിധീകരിക്കേണ്ടത്, അല്ലാതെ ഒരു കോമ്പോൾസ് നീ വിന്നർ ആവുകയോ വിന്നർ ആവാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ശ്രീതു എന്ന വ്യക്തി ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നുള്ള തരത്തിലാണ് ശ്രീതുവിൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ജിൻഡോ നല്ലൊരു ഗെയിമറാണെന്ന് ശ്രീതുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീതു തിരിച്ച് അമ്മയോട് പറയുന്നുണ്ട്, ഒരുപാട് നുണകൾ ഈ ജിൻഡോ ചേട്ടൻ പറയാറുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ജിൻഡോ നുണ പറയുമായിരിക്കും, അത് ശരിയാണ്, പക്ഷേ അയാളൊരു മൈൻഡ് ഗെയിമറാണ്, നല്ലൊരു ഗുഡ് പ്ലെയർ ആണ് ജിൻഡോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അതിനുശേഷം അത്തരത്തിലുള്ള മൈൻഡ് ഗെയിം നിന്നിലും ഉണ്ടാവണം. ഗെയിം എന്താണ് എല്ലായിടത്തും ശ്രീതുവിൻ്റെ അമ്മ പൊതുവെ ഈ ഒരു ഗെയിമിനെ കുറിച്ച്, ഒരുപക്ഷെ ശ്രീതുവിനേക്കാൾ കൂടുതൽ ശ്രീതുവിന് പകരം ശ്രീതുവിൻ്റെ അമ്മയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വിട്ടത് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുമായിരുന്നു എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്. അതിനുശേഷം ശ്രീതുവിൻ്റെ അമ്മ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഈ രക്ഷകർത്താക്കളെ കൊണ്ടുവന്നിരിക്കുന്നത് മത്സരാർത്ഥികളുടെ കോൺഫിഡൻസ് കൂട്ടാനാണ്, ഒരിക്കലും അവർക്ക് പുറത്തുള്ള ഹിൻറ്റുകൾ കൊടുത്തിട്ട് അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശ്രീതുവിൻ്റെ അമ്മ സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ശ്രീതുവിൻ്റെ അമ്മയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റിയത്. ഇപ്പോൾ ഒരുപാട് പ്രേക്ഷകർ ശ്രീതുവിൻ്റെ അമ്മയ്ക്ക് നേരെ ഒരുപാട് പൊങ്കാലി ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഉള്ളത് പ്രേക്ഷകർ കാണിച്ചു തരും, നിങ്ങൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്
എന്നുള്ള തരത്തിലൊക്കെ. പക്ഷെ അവരൊരു അമ്മയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മകള് പുറത്തെ ഓഡിയൻസ് ഈ ഒരു ഷോ എന്ന് പറയുന്നത് കേവലം 100 ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഗെയിം ഷോയാണ്, ഒരു റിയാലിറ്റി ഷോയാണ്. ആ ഒരു ഷോ കഴിഞ്ഞിറങ്ങിയാൽ തീർച്ചയായും ശ്രീധുവിൻ്റെ കരിയറിനെ അത് ബാധിക്കും, അല്ലെങ്കിൽ ശ്രീധുവിന് നെഗറ്റീവായി വരും എന്നുള്ള ഒരു ആശങ്ക കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ശ്രീധുവിൻ്റെ അമ്മ അത് പറഞ്ഞത്. തീർച്ചയായും ഒരു അമ്മ എന്നുള്ള ആ ഒരു സ്ഥാനത്ത് നിന്ന് ശ്രീധുവിൻ്റെ അമ്മ ഇന്നെടുത്ത ഒരു തീരുമാനം, അല്ലെങ്കിൽ ശ്രീധുവിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് വളരെ 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 ശരിയാണ്, 100% ശരിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായം അതാണ്. കാരണം ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് അത്രമേൽ ആശങ്കയുണ്ടായിരിക്കാം പ്രേക്ഷകർ എങ്ങനെയായിരിക്കും ഇതിനെ നോക്കിക്കാണുക, അല്ലെങ്കിൽ ഈ ഒരു ഷോ കഴിഞ്ഞിറങ്ങിയതിന് ശേഷം എങ്ങനെയായിരിക്കും ശ്രീധുവിൻ്റെ ഭാവി. കാരണം നമ്മൾ മുൻകാല സീസണുകളിൽ പല സീസണുകളിലും പല കണ്ടസ്റ്റൻസിനും ഇത്തരത്തിൽ ഒരുപാട് സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അത്തരത്തിലൊന്നും വരാതിരിക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കാം ശ്രീധുവിൻ്റെ അമ്മ അത് പറഞ്ഞത്. തീർച്ചയായും അവർ പറഞ്ഞത് യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്?